ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി ആദ്യ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ സംയുക്ത സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. BJD, BRS, ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 10 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി. 2 ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരയ്ക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുണ്ട്. നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. എതിരെ ആന്ധ്ര സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. 239 രാജ്യസഭാ എംപിമാരും 542 ലോക്സഭാ എംപിമാരും ഉൾപ്പെടെ 781 എംപിമാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ടോറൽ കോളേജിൽ ഉൾപ്പെടുന്നത്. ബിജു ജനതാദളും ഭാരത് രാഷ്ട്ര സമിതിയും ശിരോമണി അകാലിദളും വിട്ടുനിൽക്കുന്നതിനാൽ വോട്ട് ചെയ്യുന്ന എംപിമാരുടെ എണ്ണം 769 കുറയും. ഇതോടെ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനാകും. 427 വോട്ടുകൾ ലഭിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. അതേസമയം ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ ഒന്നുപോലും പാഴാകില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമാവധി വോട്ടുകൾ പോളിയിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ വോട്ടുകൾ പരമാവധി ചോർന്നു പോകാതെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. NDAക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിലും ഇരു സഭകളിലുമായി 324 വോട്ടുകളുള്ള പ്രതിപക്ഷത്തിന് ഒരു വോട്ട് കൂടുതലായി ലഭിച്ചാൽ പോലും അത് വലിയ രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ കഴിയും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.